Hi dear aspirants, welcome to TOOS Academy. So, നമ്മൾ ഇന്ന് TOOS Academyയുടെ വീഡിയോയിൽ കേട്ടറ്റിന് കാറ്റഗറി 1 EVS ആൻഡ് കാറ്റഗറി 2 സയൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിൽ നിന്ന് 20 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സ് എന്ന രീതിയിലല്ല, ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു EVS അല്ലെങ്കിൽ സയൻസ് സെക്ഷനിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെതായ ഗൗരവത്തോടു കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു ക്ലാസ്സുകൾ കാണുക. ഓക്കെ, സോ നമ്മുടെ ടോസ് അക്കാഡമിയുടെ നേതൃത്വത്തിൽ നമ്മൾ കേട്ടറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് EVS സയൻസ് എന്നീ വിഷയങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് നമ്മളൊരു സൗജന്യ ടെലിഗ്രാം ചാനലുണ്ട്. 2 സെപ്പറേറ്റ് ചാനലാണ്. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി ക്വിസുകൾ, വീഡിയോസ്, ഷോർട്ട് നോട്ട്സുകൾ, മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഈ പറയുന്ന ഈ ടെലിഗ്രാം ചാനലിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾക്ക് ആ ഒരു 20 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാവരും ഈ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്റ്റുകളും പഠിച്ചിട്ട് മാത്രമേ ഈ വരുന്ന കേട്ടിട്ട് എക്സാമിനേഷന് പോകാൻ പാടുള്ളൂ. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സയൻസ് ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി ഭാവനാത്മകമായ ആശയങ്ങളെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവിനെ അധ്യാപകൻ മൂല്യനിർണ്ണയം നടത്തി. ഈ സന്ദർഭത്തിൽ അധ്യാപകൻ ഏത് ഡൊമെയിനാണ് മൂല്യനിർണ്ണയം നടത്തിയത്? ഓക്കെ, ഇപ്പം ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ എ സയൻസ് ക്ലാസ് ദ ടീച്ചർ ഇവാലുവേറ്റഡ് ഹൗ ഇമാജിനേറ്റീവ് എ സ്റ്റുഡൻറ് ഈസ് ഇൻ കൺസെപ്ച്വലൈസിംഗ് ന്യൂ ഐഡിയാസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൊമെയിൻസ് ഇസ് ഇവാലുവേറ്റഡ് ബൈ ദ ടീച്ചർ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്? അല്ലെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് അറിയണമെങ്കിൽ ടാക്സോണമി ഓഫ് സയൻസ് ഏതാണ്? ടാക്സോണമി ആരുടെയാണ്? മാക്കോമാർക്ക് ആൻഡ് യാഗറിന്റെ ടാക്സോണമി ഓഫ് സയൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലാണ് ഈ പറയുന്ന 6 ഡൊമെയിനുകളുണ്ട്. അതിൽ 4 ഡൊമെയിനാണ് ഇവിടെ ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവരിവിടെ ഇത് ഓൾറെഡി കേട്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ ജസ്റ്റ് ഇംഗ്ലീഷിലുള്ള വേർഡ് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെ, ടൈപ്പ് ചെയ്തപ്പം മലയാളത്തിൽ എഴുതി എന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഒത്തിരി മലയാളം ആ രീതിയിൽ പഠിക്കാൻ ബുദ്ധിമുട്ട് അങ്ങോട്ട് പോകണ്ട. പോരാത്തതിന് നമുക്ക് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. കൺവീനിയന്റ് ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുന്നേ മാക്കോമാർക്ക് ആൻഡ് യാഗർ ടാക്സോണമി ജസ്റ്റ് ഒന്ന് നോക്കാം. സോ മാക്കോമാർക്ക് ആൻഡ് യാഗർ 1989 എന്ത് ടാക്സോണമി ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തത്. ഓർത്ത് വെച്ചിരിക്കുക, ടാക്സോണമി ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ, മാക്കോമാർക്ക് ആൻഡ് യാഗർ 1989. അപ്പൊ ഇതിന് 6 ഡൊമെയിനുകളുണ്ട്. ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഇപ്പൊ നമ്മുടെ ചോദ്യം വന്നത് കണ്ടില്ല, ആ കുട്ടിയുടെ വളരെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ, അത് ആണ് ഇവാലുവേറ്റ് ചെയ്തത്. അത് ഏത് ഡൊമെയിൻ ആണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഡൊമെയിന്റെ പേര് പഠിച്ചാൽ പോരാ, ഓരോ ഡൊമെയിനിലും നമ്മൾ എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, നോക്കിക്കേ, കൺസെപ്ച്വൽ ഡൊമെയിൻ ആദ്യത്തെ ഡൊമെയിൻ ആണ് കൺസെപ്ച്വൽ ഡൊമെയിൻ. അപ്പൊ നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം കൺസെപ്റ്റുകളാണ് കേട്ടോ. നോവിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നമ്മളൊരു കൺസെപ്റ്റ് പഠിക്കുക, ഒരു കൺസെപ്റ്റ് പഠിക്കുക. അപ്പൊ എന്താണ് ഒരു കൺസെപ്റ്റ് പഠിക്കുക? നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുക അല്ലെ, അത് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് കൺസെപ്ച്വൽ ഡൊമെയിനിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാണ്, ഒരു കുട്ടി ഇങ്ങനെ പഠിച്ചവന കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ അത് ഏത് ഡൊമെയിനിലാണ് വരിക? കൺസെപ്ച്വൽ കേട്ടോ. ദിസ് ഡൊമെയിൻ ഇൻക്ലൂഡ് ഫാക്ട്, കൺസെപ്റ്റ്, ലോസ്, പ്രിൻസിപ്പൽ, തിയറീസ് ആൻഡ് ഹൈപ്പോത്തസിസ്. ഇത്രയും കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എന്തെങ്കിലും ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ഡൊമെയിൻ ഏതായിരിക്കും? കൺസെപ്ച്വൽ ഡൊമെയിൻ. ഫാക്ട്, കൺസെപ്റ്റ്, ലോസ്, പ്രിൻസിപ്പൽ, തിയറീസ് ആൻഡ് ഹൈപ്പോത്തസിസ്. ഓക്കെ, അതൊന്ന് പഠിച്ചിരിക്കുക. അടുത്താണ് പ്രോസസ് ഡൊമെയിൻ. ഇതിനകത്ത് എക്സ്പ്ലോറിംഗ് ആൻഡ് ഡിസ്കവറിംഗ്. അപ്പൊ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉള്ള ഒരു അല്ലെ. അപ്പൊ പ്രോസസ് ഡൊമെയിനിൽ പ്രധാനമായിട്ട് 13 പ്രോസസ് സ്കില്ലുകളെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അതിന്റെ ജസ്റ്റ് ആ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത്ര ഓർത്താൽ മതി. പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുവാണ്, ഡിസ്കവർ ചെയ്യുവാണ്. അപ്പൊ എക്സ്പ്ലോറിംഗ്, ഡിസ്കവറിംഗ് എന്നുള്ള ടേം ഒക്കെ
വന്നു കഴിഞ്ഞാൽ അത് പ്രോസസ് ഡൊമൈനിൽ വരും. അതേപോലെ തന്നെ ഒബ്സർവിങ്, കണ്ടോ, ആ കുട്ടി ഒബ്സർവ് ചെയ്യാണ്. ക്ലാസിഫൈങ്, ഓർഗനൈസിങ്, മെഷറിങ്, കമ്മ്യൂണിക്കേറ്റിംഗ്. അപ്പൊ ഇങ്ങനത്തെ ടേമുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എവിടെ വരും? പ്രോസസ് ഡൊമൈനിൽ വരും. ഒബ്സർവിങ്, ക്ലാസിഫൈങ്, ഓർഗനൈസിങ്, മെഷർ ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, യൂസിങ് നമ്പർ റിലേഷൻഷിപ്പ്, പ്രിഡിക്റ്റ് ചെയ്യുന്നു, യൂസിങ് സ്പേസ് ആൻഡ് ടൈം റിലേഷൻഷിപ്പ്, ഹൈപ്പോത്തസിസ് അല്ലെ, ഒരു കാര്യത്തിനെ കുറിച്ചുള്ളത് ഊഹിക്കുന്നത്, ഇൻഫറിങ് അല്ലെ, നമ്മൾ ചെയ്ത കാര്യത്തിൽ നിന്ന് ഒരു കാര്യം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്, ഐഡന്റിഫൈങ് ആൻഡ് കൺട്രോളിങ് വേരിയബിൾസ്. ഇതൊക്കെ ഏത് ഡൊമൈനിലാണ് വരുന്നത്? പ്രോസസ് ഡൊമൈനിൽ. ഓക്കെ, ഇനിയുണ്ട് മേക്കിംഗ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ, ഇന്റർപ്രിറ്റിംഗ് ഡാറ്റ, എക്സ്പെരിമെന്റിങ്. ഇതൊക്കെ ഏത് ഡൊമൈനിൽ വരും? പ്രോസസ് ഡൊമൈനിൽ. അപ്പൊ പ്രോസസ് ഡൊമൈനിൽ പ്രധാനമായിട്ടും 13 പ്രോസസ് സ്കില്ലുകളാണ് വരുന്നത് എന്ന് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്തതാണ് ആപ്ലിക്കേഷൻ ഡൊമൈൻ. ആപ്ലിക്കേഷൻ ഡൊമൈൻ എന്ന് പറയുമ്പോൾ യൂസിങ് ആൻഡ് അപ്ലൈ. ഓക്കെ, അപ്പൊ പ്രോസസ് എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യുക, അടുത്ത ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു, ഇനി അത് യൂസ് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ ഇതിൽ വരുന്ന ഡയമെൻഷൻ ക്രിട്ടിക്കൽ തിങ്കിങ് ഇതിനകത്ത് വരും, പിന്നെ പ്രോബ്ലം സോൾവിങ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് അല്ലെ. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏതിലേക്കാണ് കൊടുക്കേണ്ടതെന്ന് കേട്ടോ. ആറ്റിറ്റ്യൂഡ് ഡൊമൈൻ, അടുത്തൊരു ഡൊമൈൻ ആണ് ആറ്റിറ്റ്യൂഡ്. ഫീലിംഗ് ആൻഡ് വാല്യൂയിങ്, ഇപ്പൊ നമ്മുടെ ഇമോഷൻ അല്ലെ, പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, പേഴ്സണൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാനുള്ളത്, ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത്, ഫീലിംഗ്, വാല്യൂയിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയാണ്? ആറ്റിറ്റ്യൂഡ് ഡൊമൈനിലാണ് വരുന്നത്. അടുത്താണ് ക്രിയേറ്റിവിറ്റി ഡൊമൈൻ. അപ്പൊ ഇമാജിനിങ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ കുട്ടിയുടെ ഇമാജിനിങ്ങിനെ കുറിച്ച് അയാൾ സാർ ഇവാലുവേറ്റ് ചെയ്ത് അല്ലെ. അപ്പൊ അത് ഏത് ഡൊമൈനിൽ വരും? ക്രിയേറ്റിവിറ്റി. അപ്പൊ നമ്മുടെ ആൻസർ ക്രിയേറ്റിവിറ്റി ഡൊമൈൻ ആണ് ക്വസ്റ്റ്യന്റെ. അപ്പൊ ഇതിൽ വരുന്ന ഡൈവർജന്റ് തിങ്കിങ്, ഇമാജിനേഷൻ, വിഷ്വലൈസിങ്, ഡിസൈനിങ്, സോൾവിങ് പ്രോബ്ലംസ് ആൻഡ് പസിൽസ് ഒക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെയും ഇമാജിനേഷന്റെ ഒക്കെ ഭാഗമാണ്. അപ്പൊ അത് വരുന്നത് ക്രിയേറ്റിവിറ്റി ഡൊമൈൻ. അടുത്ത നേച്ചർ ഓഫ് സയൻസ്. ഇവിടെ ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ് ഫോർ സയന്റിഫിക് റിസർച്ച്, മെത്തഡോളജി യൂസ്ഡ് ഇൻ സയന്റിഫിക് റിസർച്ച്, അങ്ങനെ സയൻസുമായി കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നേച്ചർ ഓഫ് സയൻസ് ഡൊമൈനിൽ. അപ്പൊ കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രോസസ് ഡൊമൈനിൽ അല്ലെങ്കിൽ അതേപോലെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഡൊമൈനിൽ നിന്നൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ ഇനി ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. In a science class, the teacher evaluated how imaginative a student in conceptualizing new idea. അപ്പോൾ അവിടെ കൺസെപ്റ്റ് എന്ന വാക്ക് വന്നുകൊണ്ട് കൺസെപ്ച്വൽ ഡൊമൈൻ അല്ല, അതിവിടെ കൊടുത്തിട്ടുമില്ല. എന്താണ്? ഹൗ ഇമാജിനേറ്റീവ്, ഒരു കുട്ടി എത്ര ഇമാജിനേറ്റീവ് ആണെന്നാണ് ആ ക്ലാസ് ടീച്ചർ വാല്യൂ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് ഏത് ഡൊമൈനിൽ വരും? ഓപ്ഷൻ ബി, ക്രിയേറ്റീവ് ഡൊമൈൻ. ഇങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത നോക്കുക, ബ്രെയിൻ സ്റ്റോമിംഗ് താഴെ പറയുന്നവയിൽ ഏതിന് ഉദാഹരണമാണ്? അപ്പൊ നമ്മൾ പല ടീച്ചിങ് ടെക്നിക്കുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബ്രെയിൻ സ്റ്റോമിങ്, ബുഷ് സെക്ഷന്, ഡാൽട്ടൺ പ്ലാൻ, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ബ്രെയിൻ സ്റ്റോമിങ് ഈസ് ആൻ എക്സാമ്പിൾ. ഡിഡക്റ്റീവ് ടീച്ചിങ് ആണോ? അല്ല അല്ലെ. ഡിഡക്റ്റീവ് ടീച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്? കുറെ കാര്യത്തിൽ നിന്ന് നമ്മളൊരു സിംഗിൾ ഇതിലേക്ക് എത്തുക. ഇൻഡിവിജ്വലൈസ് ടീച്ചിങ് ആണോ? അല്ല. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? അതായത് നമ്മളൊരു ടീമായിട്ട് ഡിവൈഡ് ചെയ്ത് അവർക്ക് ഒരു ഐഡിയ കൊടുക്കുന്നു, അങ്ങനെ എല്ലാ സ്റ്റുഡൻസും അവരുടെ ഐഡിയകൾ കൊടുക്കുന്നു, അതിൽ നിന്ന് നമ്മൾ കളക്റ്റീവ് ആയിട്ട് ഒരു ആൻസറിലേക്ക് എത്തുന്നു അല്ലെ. അപ്പൊ ഇൻഡക്റ്റീവ് ടീച്ചിങ് ആണോ? അല്ല. ആൻസർ ഏതാണ്? ടീം ടീച്ചിങ് ആണ് അല്ലെ. അതായത് ഗ്രൂപ്പ് ആയിട്ടുള്ള, അപ്പൊ ബുഷ് സെക്ഷൻ ഒരു ടീം ടീച്ചിങ് ആണ്, ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ബ്രെയിൻ സ്റ്റോമിംഗ് അതെ. അങ്ങനെ പല രീതികൾ, നമ്മൾ പല സ്ട്രാറ്റജികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡെമോൺസ്ട്രേഷൻ, ആ രീതിയിലുള്ള ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ കം ലെക്ചർ മെത്തേഡ്, ബ്രെയിൻ സ്റ്റോമിങ്, അങ്ങനെ ഡിഫറെന്റ് മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ടീം ടീച്ചിങ്ങിന് എക്സാമ്പിൾ ആണ്. ഏത്? ബ്രെയിൻ സ്റ്റോമിങ് ഏതിന് എക്സാമ്പിൾ ആണ്? ടീം ടീച്ചിങ്. അപ്പൊ ബുഷ് സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൊടുക്കും അവർക്ക്. അപ്പൊ ആ 5 മിനിറ്റിനുള്ളിൽ അവർ ടീമായിട്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ട് ഓരോരുത്തർ വന്നിട്ട് ആ ഓരോ ടീമിന്റെ ആശയങ്ങൾ പറയുക. അതാണ് ബുഷ് സെക്ഷൻ അല്ലെ. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ഓരോ കുട്ടികളും അവരുടെ ഐഡിയാസ്, ഒരു ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടെ ഐഡിയാസ് ഇങ്ങനെ പറയുന്നു, അതിൽ നിന്ന് കളക്റ്റീവ് ആയിട്ട് നമ്മൾ ഒരു രീതിയിലേക്ക് എത്തുന്നു. അതാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ?
അടുത്തത് മൈക്രോ ടീച്ചിങ്ങിന്റെ വക്താവ് ആരാണ്? വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഇസ് ദ പ്രൊപ്പോണന്റ് ഓഫ് മൈക്രോ ടീച്ചിങ്? ആംസ്ട്രോങ്, DW അലൻ, ഡീവേ, സ്റ്റീവൻസൺ. ആരാണ്? ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. DW അലൻ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നോക്കിക്കേ, മൈക്രോ ടീച്ചിങ്ങിനെ കുറിച്ച് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ DW അലൻ ആണ് ഡെവലപ്പ് ചെയ്തതാണ്. നമ്മളോട് ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ് മൈക്രോ ടീച്ചിങ്? അതായത് ഒരു ക്ലാസ് റൂമിൽ നമ്മൾ എടുക്കുന്ന ക്ലാസ് അല്ലെ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഒരു മിനി വേർഷൻ അല്ലെ, അതാണ് മൈക്രോ ടീച്ചിങ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ക്ലാസ്സിൽ ഒരു 45 മിനിറ്റിന്റെ ക്ലാസ് 10-50 കുട്ടികൾ ഇരിക്കുന്നു, ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നു അല്ലെ. അപ്പൊ അത് ഒരു 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 ടീച്ചർ അവരുടെ ട്രെയിനിങ് കാലഘട്ടത്തിൽ അവരുടെ ഒരു കോൺഫിഡൻസും ടീച്ചിങ് സ്കില്ലുകളും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഗ്രൂപ്പിൽ നടത്തുന്നതാണ് മൈക്രോ ടീച്ചിങ്. അപ്പൊ ആക്ച്വലി നമുക്ക് എന്ത് പറയാം, സ്കെയിൽഡ് ഡൗൺ അല്ലെ, സ്കെയിൽ ഡൗൺ ചെയ്ത സാമ്പിൾ ഓഫ് ടീച്ചിങ് ഇൻ വിച്ച് എ ടീച്ചർ ടീച്ചസ് എ സ്മോൾ യൂണിറ്റ് ടു എ സ്മോൾ ഗ്രൂപ്പ് 5 to 10 people ഉള്ള ചെറിയ ഗ്രൂപ്പിനെ പഠിപ്പിക്കുന്നു ഫോർ എ സ്മോൾ പീരീഡ് ഓഫ് ടൈം. അത് എത്ര, ഏകദേശം 5 to 10 മിനിറ്റിൽ. ഇതാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതാണ്. മൈക്രോ ടീച്ചിങ്ങിന്റെ വക്താവ് ആരാണ്? പറയാലോ, ആരാണ്? DW അലൻ ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത് മാക്കോമാർക്ക് ആൻഡ് യാഗറിന്റെ സയൻസ് എഡ്യൂക്കേഷൻ വർഗീകരണത്തിൽ പെടാത്തത് ഏതാണ്? കണ്ടോ, അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇപ്പൊ മാക്കോമാർക്ക് ആൻഡ് യാഗർ ടാക്സോണമി നിർബന്ധമായിട്ടും പഠിക്കുക. ഇതിൽ വരാത്ത ഡൊമെയിൻ ഏതാണ്? ആറ്റിറ്റ്യൂഡിനൽ ഡൊമെയിൻ ഉണ്ട്, പ്രോസസ് ഡൊമെയിൻ. കണ്ടോ, പ്രക്രിയ. ആറ്റിറ്റ്യൂഡിനൽ എന്ന് പറയുമ്പോൾ മനോഭാവ മണ്ഡലം, പ്രക്രിയ മണ്ഡലം, നോളജ് ഡൊമെയിൻ അറിവ് മണ്ഡലം. ഇനി അടുത്താണ് അപഗ്രഥന മണ്ഡലം. ഇതിലില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ അല്ലെ. ചോദിച്ചേക്കുന്നത് എന്താണ്? നോട്ട് ഇൻക്ലൂഡഡ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി മാക്കോമാർക്ക് ആൻഡ് യാഗറിൻ്റെത് പഠിച്ചു. ദാറ്റ് ഇസ് അനാലിസിസ് ഡൊമെയിൻ ആണ് ഇല്ലാത്തത്. ബാക്കി ഡൊമെയിൻ, അപ്പൊ മാക്കോമാർക്ക് ആൻഡ് യാഗറിൽ എത്ര ഡൊമെയിൻ ഉണ്ടെന്ന് അറിയണം, ഓരോ ഡൊമെയിൻ്റെ പേര് അറിയണം. ഓക്കെ, ഇത്രയും കാര്യം. പിന്നെ ഓരോ ഡൊമെയിനിലും എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നും കൂടെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനും നമുക്ക് ഇനി തെറ്റത്തില്ല. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഏത് ശാസ്ത്ര പ്രവർത്തന ശേഷിയിലാണ് നിയന്ത്രിത സാഹചര്യങ്ങളിലൂടെയുള്ള പരിശോധന ഉപയോഗപ്പെടുത്തുന്നത്? വിച്ച് സയൻസ് പ്രോസസ് സ്കിൽ യൂസസ് എ ടെസ്റ്റ് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻ? വിവര വിശകലനം, അനാലിസിസ് ഓഫ് ഡാറ്റ, എക്സ്പെരിമെന്റിംഗ് പരീക്ഷണം, കളക്ടിങ് ഇൻഫോർമേഷൻ വിവരശേഖരണം, അളക്കൽ അല്ലെങ്കിൽ മെഷറിംഗ്. ഇപ്പൊ എപ്പോഴും ഓർക്കുക, എന്താണ് ആൻസർ വരിക? നമ്മുടെ പ്രോസസ് സ്കില്ലില് എക്സ്പെരിമെന്റിങ് എന്നുള്ളതാണ്. എക്സ്പെരിമെന്റിലാണ് നമുക്ക് കൺട്രോൾഡ് കണ്ടീഷൻ. നമുക്കറിയാം അല്ലെ, എക്സ്പെരിമെന്റ്സ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ കൺട്രോൾ. ഇപ്പൊ കെമിസ്ട്രിയുടെ ഒക്കെ എക്സ്പെരിമെന്റ് ആണെങ്കിൽ നമുക്കറിയാം അല്ലെ, ഇപ്പൊ ചിലപ്പോൾ ഇത്ര ടെമ്പറേച്ചറിലായിരിക്കും നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ ആൻസർ എവിടെ പോകണം? എക്സ്പെരിമെന്റിങ്ങിലേക്ക് പോകണം. ഓക്കെ, അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ നമ്മുടെ പെഡഗോഗി ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റു ടോപ്പിക്സ് നോക്കാം. സോ അടുത്തത് നമുക്ക് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എപ്പോഴും ചോദിക്കുന്നതാണ്. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിച്ചത് ആരാണ്? കാൾ ലിനേയസ്, ഏർണസ്റ്റ് ഹെക്കൽ, റോബർട്ട് ഹുക്ക് ആൻഡ് റോബർട്ട് വിറ്റാക്കർ അല്ലെ. നമുക്കറിയാം ടാക്സോണമിയിൽ അല്ലെ, ബയോളജിക്കൽ ടാക്സോണമിയിൽ പ്രധാനമായിട്ടും 2 ടാക്സോണമിയാണ് പഠിക്കാനുള്ളത്. ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്ന കാലസ് ലിനേസ് ആണ്. അപ്പൊ ടാക്സോണമി എന്താണ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഐഡന്റിഫൈസ് ഓർഗാനിസംസ് ആൻഡ് ക്ലാസിഫൈസ് ദം ഓൺ ദ ബേസിസ് ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ആൻഡ് നെയിം ദം സയന്റിഫിക്കലി. ഓക്കെ, അപ്പം ഇങ്ങനെ ജീവികളെ ക്ലാസിഫൈ ചെയ്യുകയും നെയിമിംഗ് ഒക്കെ ചെയ്യുന്നതാണ് ടാക്സോണമി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച്. ഫാദർ കാലസ് ലിനേസ് ആണ്. ഓക്കെ, ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് കാലസ് ലിനേസ് തന്നെയാണ്. അതിൽ പ്ലാന്റ്, അനിമാലിയ എന്ന 2 ഡിവിഷൻസ് ആണുള്ളത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ RH വിറ്റാക്കസ് ആണ്. ഏതൊക്കെയാണ് 5 കിങ്ഡംസ്? മൊനേറ, അത് ബാക്ടീരിയാസ് മൊനീറാസിൽ പെടും. ആൻഡ് ആൽഗെ, പ്രോട്ടോസോവൻസ് ഒക്കെ പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റൈ, അനിമാലിയ. ഇങ്ങനെയാണ് 5 കിങ്ഡംസ്. അപ്പം ഏറ്റവും ബേസിക് ആയിട്ട് ഫാദർ ഓഫ് ടാക്സോണമി 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ്? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ്? 2 കിങ്ഡത്തിൽ ഏതൊക്കെയാണ് 2 കിങ്ഡംസ്? പ്ലാന്റൈ, അനിമാലിയ. 5 കിങ്ഡത്തിൽ ഏതൊക്കെയാണെന്ന് കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ,
അപ്പോൾ നമ്മുടെ ആൻസർ എന്താ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ്, കാർലസ് ലിനേയസ് ആണ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, തയാമിന്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതില് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടത്. ഒന്ന് വൈറ്റമിനുകളും അവയുടെ രാസനാമങ്ങളും അല്ലെ. ഇപ്പൊ B1 ആണ് തയാമിൻ എന്ന് പറയുന്നത്. ഓക്കെ, വൈറ്റമിൻ B1 ആണ്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പഠിക്കണം, ജീവകങ്ങളും അവയുടെ രാസനാമങ്ങളും. ഇപ്പൊ വിറ്റമിൻ എ എന്ന് പറയുന്നത് എന്താണ്, റെറ്റിനോൾ. ജീവകം B1 എന്ന് പറയുന്നതാണ് തയാമിൻ. B2 റൈബോഫ്ലാവിൻ. അങ്ങനെ ജീവകം K ആണെങ്കിലോ ഫിലോക്വിനോൺ. അങ്ങനെ നമുക്ക് രാസനാമങ്ങളുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് റെഫർ ചെയ്ത് നോക്കുക. ഇവിടെ നമ്മൾ തയാമിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്, ഓപ്ഷൻ എ ബെറിബെറി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ബെറിബെറി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞില്ലേ. ഒന്ന് ഇതാണ് ജീവകങ്ങളും രാസനാമങ്ങളും. രണ്ട് ജീവകങ്ങളുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ അല്ലെ. സ്കർവി ഏതാണ്, വൈറ്റമിൻ സി ആണ് അല്ലെ. റിക്കറ്റ് ഏതാണ്, വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ നോക്കുക, ജീവകം എയുടെ അപര്യാപ്തത മൂലമാണ് നിശാന്തത അല്ലെങ്കിൽ സിറോഫ്താൽമിയ. B1 അല്ലെങ്കിൽ തയാമിന്റെ അപര്യാപ്തത മൂലം ബെറിബെറി. B3യുടെ അപര്യാപ്തത മൂലമാണ് പെല്ലഗ്ര. ജീവകം B9 വിളർച്ച, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം B12 പെർനീഷ്യസ് അനീമിയ. ജീവകം C ആണെങ്കിൽ സ്കർവി. ജീവകം ഡി കണ അല്ലെങ്കിൽ റിക്കറ്റ്. ജീവകം ഇ വന്ധ്യത. ജീവകം കെ രക്തസ്രാവം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ, അടുത്തത് താഴെ പറയുന്ന കോശാംഗങ്ങളിൽ സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുന്നത് ഏതാണ്. ഇത് എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുന്ന ലൈസോസോം ആണ് അല്ലെ. അപ്പൊ കണക്റ്റഡ് ആയിട്ട് പഠിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്താണ്, ഇതേപോലെ ഓരോ സെൽ ഓർഗൻസിലും ഉള്ള അപരനാമങ്ങൾ അല്ലെ, അത് നമ്മൾ പഠിച്ചിരിക്കുക. നോക്കുക, കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്ന എന്താണ്, ന്യൂക്ലിയസ് ആണ്. ഒരു കോശത്തിന്റെ മസ്തിഷ്കം എന്താണ്, ന്യൂക്ലിയസ് ആണ് അല്ലെ. കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് എന്താണ്, മൈറ്റോകോൺട്രിയ. വളരെ ഇമ്പോർട്ടന്റ് ആണ് പവർ ഹൗസ് എന്നറിയപ്പെടുന്ന മൈറ്റോകോൺട്രിയ. കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്, മൈറ്റോകോൺട്രിയ. ഓക്കെ, അപ്പൊ നമുക്കറിയാം രാസപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോഴല്ലേ എനർജി ഉണ്ടാകുന്നത്. അപ്പൊ കെമിക്കൽ ഫാക്ടറി ആണ് പവർ ഹൗസ്. രണ്ടും എന്താണ്, മൈറ്റോകോൺട്രിയ. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്, അല്ലെങ്കിൽ അന്തർദ്രവ്യജാലിക എന്നൊക്കെ പറയും അല്ലെ. കോശത്തിന് ദൃഢതയും ഒരു സ്ട്രക്ചർ ഒക്കെ കൊടുക്കുന്ന എന്താണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ആത്മഹത്യാ സഞ്ചികൾ സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടും, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ബാഗ് എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്, ലൈസോസോം ആണ്. അപ്പൊ എന്താണ്, ഫോറിൻ ബോഡീസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ട് അത് ഡൈജസ്റ്റഡ് ആയി പോകും അല്ലെ. അപ്പൊ ആത്മഹത്യാ സഞ്ചികൾ എന്ന് പറയും ലൈസോസോം. കോശത്തിന്റെ എനർജി കറൻസി ATP. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ആത്മഹത്യാ സഞ്ചികൾ. ആൻസർ ലൈസോസോം. ഓക്കെ, കോശത്തിന്റെ എനർജി കറൻസി എപ്പോഴും ചോദിക്കുന്നതാണ് ATP. അടുത്ത കോശത്തിന്റെ ട്രാഫിക് പോലീസ് ആരാണ്, ഗോൾഗി കോംപ്ലക്സ്. കോശത്തിലെ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്ന എന്താണ്, പ്രോട്ടീൻ. അപ്പൊ നമുക്കറിയാം പ്രോട്ടീൻ വേണം നമുക്ക് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെ. അപ്പൊ പ്രോട്ടീൻ പ്രവർത്തിയെടുക്കുന്ന കുതിരകൾ, അതായത് നമുക്ക് നല്ല എനർജി ഒക്കെ കിട്ടുന്നതുകൊണ്ടാണ് കുതിരകൾ എന്ന പേര്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പേരുകൾ. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് വരുന്ന എക്സാമുകളിലും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് പെരികാർഡിയം ഡാഷിനെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലമാണ്. തലച്ചോറ്, ഹൃദയം, കിഡ്നി, ശ്വാസകോശങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടത് ഇതേപോലെ സ്ഥലങ്ങൾ അല്ലെ, അതും എന്തിനെ ആവരണം ചെയ്യുന്നു എന്ന് പ്രധാനമായിട്ട് എക്സാമിന് ചോദിക്കുന്ന കുറച്ചെണ്ണം നോക്കാം. അപ്പൊ പെരികാർഡിയം എന്ന് പറയുന്നത് ഹൃദയത്തിനെ ആവരണം ചെയ്യുന്ന ഒരു ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ഇരട്ട സ്ഥലമാണ്. പ്ലൂറ എന്ന് പറയുന്ന ലങ്സ് അല്ലെ, നമ്മുടെ ശ്വാസകോശത്തെ ആവരണം ചെയ്യുന്ന ഡബിൾ ലെയർഡ്, അത് രണ്ടും ഡബിൾ ലെയർഡ് ആണ്. ടോണോപ്ലാസ്റ്റ് ഉണ്ട്, എന്താണ്, വാക്യൂൾ അല്ലെങ്കിൽ ഫേനം അല്ലെ, നമ്മുടെ
നമുക്കറിയാം കോശത്തിൻ്റെ ഉള്ളിൽ ഫേനമുണ്ട് അല്ലെ, വാക്യൂളുകളുണ്ട്. അപ്പൊ വിസർജ്യ വസ്തുക്കളൊക്കെ കളക്ട് ചെയ്യപ്പെടുന്ന എവിടെയാണ്? ഫേനത്തിലാണ് അല്ലെ. അപ്പൊ അതിനെ ആവരണം ചെയ്യുന്നതാണ് ടോണോപ്ലാസ്റ്റ്. മിക്കപ്പോഴും എക്സാമുകൾക്ക് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഇനി ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും ആവരണം ചെയ്യുന്ന 3 ലെയർ ഉള്ളതാണ് എന്ത്? മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ലെയർ. ഓക്കെ, അത് 3 ലെയർ ആണെന്ന് ഓർത്ത് വെക്കുക. മെനിഞ്ചസ് ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും, ടോണോപ്ലാസ്റ്റ് വാക്യൂൾ അല്ലെങ്കിൽ ഫേനത്തിനെ, പ്ലൂറ ലങ്സിനെ, പെരികാർഡിയം ഹൃദയത്തിനെ. ഇത് ഇത്രയും കണക്റ്റഡ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് ഒരു പുഷ്പത്തിന്റെ സ്ത്രീ ലൈംഗിക അവയവം ഏതാണ്? ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഇൻ എ ഫ്ലവർ ഈസ്. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്ത് അറിയേണ്ടത് സസ്യങ്ങളുടെ ലൈംഗിക അവയവം എന്ന് പറയുന്നത് എന്താണ്? പൂക്കളാണ് അല്ലെ. പൂക്കളാണ് സസ്യങ്ങളുടെ ലൈംഗിക അവയവം. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അറിഞ്ഞിരിക്കുക, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അറിഞ്ഞിരിക്കുക. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് കേസരപുടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ് ജനിപുടം അല്ലെങ്കിൽ ഗൈനീഷ്യം. ഇനി ഇതിന് വേറെ ഡിവിഷൻസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കിയേക്കുക. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മളെല്ലാം കൂടി ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തി ആകും. അപ്പൊ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങൾ അല്ലെ. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്ന കേസരപുടം അല്ലെങ്കിൽ ആൻഡ്രീഷ്യം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്ന ജനിപുടം അല്ലെങ്കിൽ ഗൈനീഷ്യം. ഓക്കെ, സോ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കുക. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, ഓപ്ഷൻസ് നോക്കുക. ബോളോമീറ്റർ, ബാരോമീറ്റർ, ബാരോഗ്രാഫ്, സീസ്മോമീറ്റർ. നിങ്ങൾക്ക് അറിയാം ഏതാണ് റൈറ്റ് ആൻസർ? ബാരോമീറ്റർ ആണ് കേട്ടോ റൈറ്റ് ആൻസർ. അപ്പം ബാക്കിയുള്ളതൊക്കെ എന്താ മെഷർ ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ബോളോമീറ്റർ, ബാരോഗ്രാഫ്, സീസ്മോഗ്രാഫ്. ഓക്കെ, അപ്പം കോമൺ ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെന്റുകളും അവ മെഷർ ചെയ്യുന്ന കാര്യങ്ങളും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്യാം. അനിമോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് വിൻഡ്. ഇത് പൊതുവെ എക്സാമുകൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ് കേട്ടോ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അനിമോമീറ്റർ എന്താണ്? വിൻഡിന്റെ സ്പീഡ് അല്ലെ, കാറ്റിന്റെ വേഗത അളക്കുന്നു. അമ്മീറ്റർ എന്താണ്? ഇലക്ട്രിക് കറണ്ട് ആണ് മെഷർ ചെയ്യുന്നത്. ബാരോമീറ്റർ ഇപ്പൊ നമ്മൾ കണ്ടു അല്ലെ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഗാൽവനോമീറ്ററും ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹൈഡ്രോമീറ്റർ പൊതുവെ ചോദിക്കാറുണ്ട്. ഹൈഡ്രോമീറ്ററും ഹൈഗ്രോമീറ്ററും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹൈഡ്രോമീറ്റർ എന്ന് വെച്ചാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് മെഷർ ചെയ്യുന്നു. ഹൈഗ്രോമീറ്റർ ആണ് പൊതുവെ എക്സാമിന് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്ന ഏതാണെന്നാണ് ചോദിക്കാറ്. ആൻസർ ഹൈഗ്രോമീറ്റർ ആണ്. അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ ഇൻ ദ എയർ, അത് തന്നെയാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. മെഷർ ചെയ്യുന്നത് ഹൈഗ്രോമീറ്റർ ആണ്. ഓക്കെ, അടുത്ത മാനോമീറ്റർ, അത് പ്രഷർ ആണ്. ബാരോമീറ്റർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് കേട്ടോ. തെർമോമീറ്റർ ടെമ്പറേച്ചർ ആൻഡ് വോൾട്ട്മീറ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. അതേപോലെ ഈ ക്വസ്റ്റ്യന്റെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന 3-4 കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്തത് നോക്കുക. പഴകിയ ആഹാരം ഭക്ഷിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ബോട്ടുലിസം ആണ്. ബോട്ടുലിസം ആണ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് മൂലം നമുക്ക് ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അടുത്ത ഓപ്ഷനുകൾ ഓരോ നോക്കിക്കഴിഞ്ഞാൽ ടെറ്റനസ്. ടെറ്റനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തു വെച്ചിരിക്കുക, ഒരു ബാക്ടീരിയ കോസ് ചെയ്യുന്ന രോഗമാണ് ടെറ്റനസ്. ബാക്ടീരിയയുടെ പേര് ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഓക്കെ, ഈ ഒരു ബാക്ടീരിയ കോസ് ചെയ്യുന്ന രോഗമാണ് ടെറ്റനസ് എന്ന് പറയുന്നത് അല്ലെ. ഇനി ആന്ത്രാക്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആന്ത്രാക്സ് പൊതുവെ മൃഗങ്ങൾക്കെല്ലാം കോസ് ചെയ്യുന്ന ഒരു ഈ രോഗമാണ്, കന്നുകാലികൾക്കൊക്കെ അല്ലെ. അപ്പൊ അതും ആക്ച്വലി ഒരു ബാക്ടീരിയ കോസ് ചെയ്യുന്ന രോഗമാണ്. ബാക്ടീരിയയുടെ പേര് ബാസിലസ് ആന്ത്രാസിസ്. അതൊക്കെ നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് തന്നെ പിടിക്കാൻ പറ്റൂല. ആന്ത്രാക്സ്, ആന്ത്രാസിസ് അല്ലെ. ക്ലോസ്ട്രീഡിയം ടെറ്റനി, ടെറ്റനസ്. ഓക്കെ, ഇനി അതേപോലെ അടുത്തതാണ് സിഫിലിസ്. ഓക്കെ, സിഫിലിസ് എന്ന് പറയുന്നതും ആക്ച്വലി ഒരു ബാക്ടീരിയം കോസ് ചെയ്യുന്ന രോഗം തന്നെ. ബാക്ടീരിയ കോസ് ചെയ്യുന്ന രോഗമാണ്. ആ ബാക്ടീരിയയുടെ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക.
ട്രിപ്പോണേമ പലീഡിയം. ഇതൊക്കെ എക്സാമുകൾക്ക് പൊതുവെ ചോദിക്കുന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിത് മെൻഷൻ ചെയ്തത്. ബാക്ടീരിയ, അപ്പൊ ആന്ത്രാക്സ്, സിഫിലിസ്, ടെറ്റനസ് എല്ലാം ബാക്ടീരിയ കോസിംഗ് ആണ്. ട്രിപ്പോണോമ പലേഡിയം ആണ് സിഫിലിസ് കോസ് ചെയ്യുന്നത്. ബാസിലസ് ആന്ത്രൈസ് ആന്ത്രാക്സ് കോസ് ചെയ്യുന്നു. ക്ലോസ്ട്രീഡിയം ടെറ്റനി ടെറ്റനസ് കോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ പഴകിയ ആഹാരം കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് ബോട്ടുലിസം എന്ന് പറയുന്നത്, ഓർത്ത് വെച്ചേക്കുക. അടുത്തതാണ് 30 ഡിഗ്രി സെൽഷ്യസിന് തുല്യമായ ഫാരൻഹീറ്റ് താപനില. അപ്പൊ ഇത് കൺവേർഷൻ ആണ്, വളരെ എളുപ്പമുള്ള ഒരു കൺവേർഷൻ. ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക. തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 9/5 പ്ലസ് 32 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫാരൻഹീറ്റിൽ ഈക്വൽ ടു ആൻസർ ഇൻ ഫാരൻഹീറ്റ് നമുക്ക് കിട്ടും. സോ ഇവിടെ തന്നിരിക്കുന്ന 30 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ, അപ്പൊ 30 ഇൻറ്റു 9/5 പ്ലസ് 32 ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ 5 വെച്ച് കട്ട് ചെയ്താൽ 6 അല്ലെ, 9 6 എത്രയാണ്, 54 പ്ലസ് 32. ഓക്കെ, അപ്പൊ ആൻസർ എത്ര വരും, 86 ഫാരൻഹീറ്റ്. 86 ഫാരൻഹീറ്റ്, ഡിഗ്രി വരില്ല, 86 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് വരിക കേട്ടോ. അപ്പൊ ഈ കൺവേർഷൻ ഇക്വേഷൻ ഓർത്തിരുന്നാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഫാരൻഹീറ്റ് വരുന്നെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പൊ 86 ഡിഗ്രി ഫാരൻഹീറ്റ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് അല്ലെ. അപ്പൊ എന്താണ്, ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 9/5 പ്ലസ് 32 ഈക്വൽ ടു ഫാരൻഹീറ്റ് തന്നിട്ടുണ്ടായിരിക്കും, നേരെ തിരിച്ച് ചെയ്താൽ മതി. ഇപ്പൊ ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 9/5 ഈക്വൽ ടു 86 മൈനസ് 32 അല്ലെ, അതെത്രയാണ്, 54. അപ്പൊ 54 ഇൻറ്റു 5/9 ആണ് ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 9 6 6 5 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് വരും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ചോദിച്ചാലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ചെരിച്ചു വെച്ചിരിക്കുന്ന പെൻസിൽ മുറിഞ്ഞതുപോലെ കാണപ്പെടുന്നതിന്റെ കാരണം ഡാഷ് എന്ന പ്രതിഭാസമാണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എടുക്കാൻ കാരണം നിങ്ങൾ ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രതിഭാസങ്ങളെല്ലാം തന്നെ പഠിച്ചിരിക്കണം. എന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിലും ജസ്റ്റ് അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. റിഫ്ലക്ഷൻ ഉണ്ട്, ഡിസ്പേർഷൻ ഉണ്ട്, സ്കാറ്ററിംഗ് ഉണ്ട്, റിഫ്രാക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്, അപവർത്തനം, റിഫ്രാക്ഷൻ അല്ലെ. അതേപോലെ നക്ഷത്രങ്ങൾ മിന്നുന്നത് പോലെ തോന്നുന്നത് റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പം ഇതെല്ലാം, അതായത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് അപവർത്തനം കോസ് ചെയ്യുന്നത് അല്ലെ. അതേപോലെ മറ്റ് പ്രകാശത്തിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിയിരിക്കണം. പ്രകാശമായിട്ട് റിലേറ്റ് ചെയ്ത പ്രതിഭാസങ്ങൾ പഠിച്ചിരിക്കുക, അതിന്റെ ഡെഫിനിഷൻ അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഫിനോമിനൻ കോസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ചിലപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം അല്ലെ. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം നോക്കി വെക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫിനോഫ്തലിൻ സോപ്പ് ലായനിയിൽ ചേർത്താൽ ലഭിക്കുന്ന നിറം എന്താണ്? അപ്പൊ നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ആസിഡ് ആൻഡ് ബേസിൽ വരുന്നതാണ് ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്, ഒരു വസ്തു ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. ഓക്കെ, അപ്പൊ ഇൻഡിക്കേറ്റേഴ്സിൽ നിങ്ങൾ പ്രധാനമായിട്ടും 2 ഇൻഡിക്കേറ്റേഴ്സ് ഓർത്തു വെക്കുക, ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇത് രണ്ടുമാണ് ചോദിക്കുക. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫിനോഫ്തലിൻ ആസിഡിൽ നിറം ഉണ്ടാവില്ല, ആൽക്കലിയിൽ പിങ്ക് നിറമായിരിക്കും. ഓക്കെ, അടുത്തത് ഫിനോഫ്തലിൻ ആസിഡിൽ നിറമില്ല, ആൽക്കലിയിൽ പിങ്ക് നിറം. മീഥൈൽ ഓറഞ്ച് ഇളം പിങ്ക്, ആസിഡിൽ ഇളം പിങ്ക് ആയിരിക്കും, ആൽക്കലിയിൽ ഇളം മഞ്ഞയായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഇളം ഒക്കെ നോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഫിനോഫ്തലിൻ എപ്പോഴും ചോദിക്കുന്ന ആൽക്കലിയിൽ ആയിരിക്കും, പിങ്ക് കളർ ആയിരിക്കും. കണ്ടോ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതാണ്. ഫിനോഫ്തലിൻ സോപ്പ് ലായനി എന്ന് പറയുമ്പോൾ ആൽക്കലി ആണെന്നുള്ള ബോധം നമുക്ക് വേണം. ഓക്കെ, അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്, പിങ്ക് ആണ് ഇവിടുത്തെ ആൻസർ. അപ്പൊ ഈ ഒരു 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അതേപോലെ pHന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പം 0 തൊട്ട് 14 വരെയാണ് നമ്മുടെ pH സ്കെയിലുള്ളത്. 7 ആണെങ്കിൽ എന്താണ്, ന്യൂട്രൽ ആണ് അല്ലെ. 7ന് മുകളിലേക്കാണെങ്കിൽ ആൽക്കലി, 7ന് താഴേക്കാണെങ്കിൽ അസിഡിക് മീഡിയം ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നിറയെ ജലമുള്ള ഒരു പാത്രത്തിന്റെ അടിവശത്ത് നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്ന വായു കുമിളകളുടെ വലിപ്പം കൂടുന്നതിന് കാരണം എന്താണ് എന്നുള്ളതാണ് അല്ലെ. അപ്പം
ഇതിന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആൻസർ ആണ്. ഈ രീതിയിൽ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. അതേപോലെ മറ്റൊരു രീതിയിൽ ചോദിക്കുന്നതാണ് എന്താണ് ഒരു ഫിഷ് ടാങ്കിൽ അല്ലെ ബബിള് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ പല രീതിയിൽ സെയിം കൺസെപ്റ്റുകൾ ചോദിക്കാം. ദ സൈസ് ഓഫ് ദ എയർ ബബിൾസ് റൈസിംഗ് ടു ദ ടോപ്പ് ഓഫ് ദ വാട്ടർ ഫിൽഡ് വെസൽ ഇൻക്രീസസ് ബിക്കോസ്. എന്തുകൊണ്ടാണ്? ആൻസർ ഇത്രയേ ഉള്ളൂ. ഡൗണിൽ അല്ലെങ്കിൽ ബോട്ടത്തിൽ ഡെപ്തിൽ പ്രഷർ കൂടുതലായിരിക്കും കുറവായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ താഴേക്ക് പോകുന്തോറും പ്രഷർ എന്ന് പറയുന്നത് കൂടും അല്ലെ. അപ്പൊ പ്രഷർ കൂടുന്ന സമയത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ നമ്മളിപ്പോ പൊതുവെ എന്താണ് ഓക്സിജൻ മാസ്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ യൂസ് ചെയ്യും അല്ലെ വാട്ടറിൽ താഴേക്കൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഡെപ്ത് കൂടുമ്പോൾ പ്രഷർ എന്ന് പറയുന്നത് കൂടും അല്ലെ. നോക്കിയേ, പ്രഷർ ഓഫ് ദ വാട്ടർ ഇൻക്രീസസ് ആസ് ദ ഡെപ്ത് ഇൻക്രീസ്. അപ്പോൾ താഴെ ഡെപ്ത് കൂടുമ്പോൾ പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ എന്താണ് വാട്ടറിന് എസ്കേപ്പ് ആവണം അല്ലെ. എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് അത് മുകളിലേക്ക് ഇങ്ങനെ റൈസ് ചെയ്യുന്നത്. അപ്പൊ റൈസ് ചെയ്യുന്ന അനുസരിച്ച് പ്രഷർ കുറയും. അതുകൊണ്ട് ബബിളിന്റെ സൈസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് ആ ഒരു റീസൺ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ്രാവകങ്ങളുടെ ഏത് ഗുണമാണ് തെർമോമീറ്ററിൽ പ്രയോജനപ്പെടുത്തുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് ഗുണമാണ്? ഇപ്പൊ പ്രതലബലമല്ല, ശ്വാനത അല്ലെങ്കിൽ വിസ്കോസിറ്റി, ദ്രാവകങ്ങൾക്ക് നിശ്ചിത ആകൃതി ഇല്ല, ഇതൊന്നുമല്ല. എന്താണ്? ലിക്വിഡ് എക്സ്പാൻസ് ഓൺ ഹീറ്റിംഗ് അല്ലെ. ലിക്വിഡുകൾ ഹീറ്റ് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും എന്നുള്ള തത്വമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിനാഗിരിയും അപ്പക്കാരവും അല്ലെ. വിനാഗിരിയും അപ്പക്കാരവും. വിനാഗിരി എന്ന് വെച്ചാൽ എന്താണ്? വിനീഗർ അല്ലെ. വിനീഗർ, അതായത് അവിടെ വരുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ് അല്ലെ. അസറ്റിക് ആസിഡ് ആണ്. അപ്പക്കാരം എന്ന് വെച്ചാൽ എന്താണ്? സോഡിയം ബൈകാർബണേറ്റ് ആണ് അല്ലെ. സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇത് പ്രവർത്തിക്കുമ്പോൾ എന്ത് വാതകമാണ് റിലീസ് ചെയ്യുക? കാർബൺ ഡയോക്സൈഡ് ആണ് റിലീസ് ചെയ്യുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സ്പെരിമെന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ ഫയർ എക്സ്റ്റിങ്യൂഷേഴ്സിലൊക്കെ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു രീതിയിലാണെന്നുള്ള രീതിയിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏത് ജോഡിയാണ് പരസ്പരം കലരുമ്പോൾ നിർവീര്യ ലായനിയായി മാറുന്നത്? വിച്ച് among the following pairs upon mixing produces neutral acid? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ന്യൂട്രൽ ആസിഡ് അല്ലെ. എന്താണ്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ന്യൂട്രലൈസേഷൻ റിയാക്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ? ആസിഡും ബേസും കൂടെ ചേരുമ്പോൾ എന്താണ്? ഒരു നമുക്ക് ഒരു സോൾട്ട് അല്ലെ, സോൾട്ടും വാട്ടറും കിട്ടും എന്നുള്ളതാണ് അല്ലെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, ഇവിടെ ആക്ച്വലി എന്താണ്? അപ്പൊ നമ്മൾക്ക് നോക്കേണ്ടത് ഇവിടെ സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, രണ്ടും ആൽക്കലി ആണ് അല്ലെ. അപ്പൊ അതില്ല. H3PO4 ഉണ്ട്, HCl ഉണ്ട്, രണ്ടും ആസിഡുകളാണ്. അപ്പൊ അവിടെ ന്യൂട്രലൈസേഷൻ നടക്കത്തില്ല. പിന്നെ വരുന്നത് സീഷ്യം ഹൈഡ്രോക്സൈഡും H2SO4. സീഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു സ്ട്രോങ് ബേസ് ആണ്. H2SO4 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആസിഡ് ആണ് അല്ലെ. OH എന്ന് പറയുമ്പോൾ എന്താണ്? OHന്റെ പ്രസൻസ് അല്ലെ. സീഷ്യം ഹൈഡ്രോക്സൈഡ്, അതേപോലെ തന്നെ H2SO4 അല്ലെ. H+ അയോൺസ് ആണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ അത് ആസിഡ് ആണ് അല്ലെ. ഇനി ഡി എന്താണ്? ഓപ്ഷൻ ഡി കാൽഷ്യം സോഡിയം ആണ്. അപ്പൊ തന്നെ നമുക്കറിയാം രണ്ടും ഏതിൽ വരും? ബേസിലേക്ക് വരും അല്ലെ. കാൽഷ്യം ഹൈഡ്രോക്സൈഡും സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി രണ്ടും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ്. അത് തമ്മിൽ അപ്പൊ ഒരു സ്ട്രോങ് ഒരു വീക്ക് ആസിഡും പറ്റുമോ? ഒരു വീക്ക് ആസിഡും ഒരു സ്ട്രോങ് ബേസും പറ്റില്ല. ആ സമയത്ത് ആസിഡ് ന്യൂട്രലൈസ് ചെയ്ത് അത് ബേസിക് മീഡിയം ആയിട്ട് മാറും അല്ലെ. അപ്പൊ രണ്ടും സ്ട്രോങ് ആവണം, അല്ലെങ്കിൽ രണ്ടും വീക്ക് ആവണം. ഓക്കെ, ഈ രീതിയിലാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം ഏറ്റവും കുറവായിട്ടുള്ള നിറം അല്ലെ. അതിന് ഒറ്റ എളുപ്പവഴിയുള്ളൂ അല്ലെ. വിബ്ജിയോർ എന്നങ്ങോട്ട് ഓർത്ത് വെക്കുക. വിബ്ജിയോർ ഇത്രയും വേവ് ലെങ്ത്. ഈ ഒരു പ്രോസസ്സ് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് അല്ലെ. വേവ് ലെങ്ത് ആണ്
വേവ് ലെങ്ത് ആണ് തരംഗദൈർഘ്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്നതിൽ തരംഗദൈർഘ്യം ഏറ്റവും കുറവായിട്ടുള്ള നിറം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്. ഇത് വേവ് ലെങ്ത് കൂടും, അതായത് ഇങ്ങോട്ട് പോകുമ്പോൾ വേവ് ലെങ്ത് കൂടും. വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് അല്ലെ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കൂടും. ഇതൊന്ന് ഓർത്ത് വെക്കാം. ഈ ഓർഡറിലാണെങ്കിൽ വേവ് ലെങ്ത് കൂടും, ഈ ഓർഡറിലാണെങ്കിൽ ഫ്രീക്വൻസി കൂടും. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചിട്ട് ഈ ഫിഗർ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റിന് ആൻസർ കിട്ടി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം ഏറ്റവും കുറവായിട്ടുള്ള നിറം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? വിബ്ജിയോ. ഉള്ളതിൽ ഏതാന്ന് ചൂസ് ചെയ്യുക. വയലറ്റ്, പച്ച, നീല, ചുവപ്പ് അല്ലെ. റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ എന്താണ് പറഞ്ഞത്, പച്ച, ഗ്രീന്, ചുവപ്പ് അല്ലെ, റെഡ്. ഓക്കെ, അപ്പൊ വയലറ്റ് ആണ് ഇതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ. അപ്പൊ എപ്പോഴും മാറ്റി ചോദിക്കാം, തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ ഓർഡർ നോക്കിയിട്ട് ആൻസർ ചെയ്യാം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാനുള്ള റീസൺ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി എക്സ്ട്രാ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു നല്ല ഏരിയ നമ്മുടെ സിലബസിൽ ഈ 20 ക്വസ്റ്റ്യൻ കവർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ടോസ് അക്കാഡമിയിൽ നമ്മൾ ക്രാഷ് കോഴ്സ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. കാറ്റഗറി 1, 2, 3, 4 നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ആൻഡ് മാത്സിനാണ് നമ്മൾ കാറ്റഗറി 3യിൽ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുവരെയും കേട്ടിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. വളരെ ചുരുങ്ങിയ സമയത്തിൽ വളരെ ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. PYQസിലൂടെയും റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, മോക്ക് ടെസ്റ്റിലൂടെ ഒക്കെ ആയിരിക്കും നിങ്ങളെ ഈ ഒരു ക്രാഷ് കോഴ്സിൽ ഗൈഡ് ചെയ്യുന്നത്. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ധാരാളം സ്റ്റുഡൻസ് പാസ് ആവുന്ന ഒരു ബാച്ച് കൂടിയാണ് നമ്മുടെ ക്രാഷ് കോഴ്സ്. താല്പര്യമുള്ളവരെല്ലാവരും 7510155485 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അല്ലെ. അപ്പൊ നിങ്ങൾ ലേറ്റ് ആയി എന്നൊന്നും വിചാരിക്കേണ്ട. നമുക്ക് ഒരു മാസം കൊണ്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഈ പറയുന്ന ഈ കോഴ്സിലൂടെ നമുക്ക് കേട്ടിട്ട് ഗെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നന്നായിട്ട് ശ്രമിക്കുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.